ഇസ്രയേൽ തന്റെ അത്യാധുനിക എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലായ ഗോൾഡൻ ഹൊറൈസൺ ഇന്ത്യക്കാണ് നൽകാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ലോകരാജ്യങ്ങൾക്കും കൊടുക്കാതെ ആദ്യമായിട്ട് ഇസ്രയേൽ തന്റെ ഈ ഒരു വലിയ ആയുധം ഇന്ത്യക്ക് കൈമാറുകയാണ്. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ തന്നെ ഇസ്രയേൽ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, യുഎസിന്റെ ഒന്നും സഹായം ഇനി കൈപ്പറ്റില്ല, ഇനി യാതൊരു സഹായവും ആവശ്യമില്ല. ഈ ഒരു സൗഹൃദം ഭാവിയിൽ ഇന്ത്യക്ക് എത്രത്തോളം ആയിരിക്കും ഗുണം ചെയ്യുന്നത്? അതെനിക്കറിയോ, അതൊരു ഇന്ത്യ ഇസ്രായേൽ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയും. ഇരു കൂട്ടർക്കും വിജയം നേടുന്ന ഒരു സിറ്റുവേഷനാണ് അത്. അതിന്റെ നഷ്ടക്കച്ചവടമൊന്നുമില്ല. ഇസ്രായേൽ ഇന്ത്യയെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അത് ലോക രാഷ്ട്രങ്ങൾക്ക്, അവരുടെ തലവന്മാർക്ക് മാതൃകയാക്കാവുന്ന. ഇസ്രായേലിന് ഇന്ത്യ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിലെ ഒരു പ്രമേയം വന്നപ്പോ അതിനെതിരായിട്ട് ഇസ്രായേലിന് എതിരായിട്ട് ഇന്ത്യ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇസ്രായേലുകാർക്ക് സന്തോഷമുള്ള ആൾക്കാർ. ഇതിന്റെ ഈ ഗോൾഡൻ ഹൊറൈസൺ മിസൈലിന്റെ കാര്യത്തില് പ്രധാനമായിട്ട് അത് നിർമ്മിക്കാൻ പോകുന്നത് ഹൈദരാബാദിലെ ഒരു സ്വകാര്യ കമ്പനിയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അവര് ഇസ്രായേലിന് വേണ്ടിയിട്ട് മിസൈൽസ് നിർമ്മിക്കുന്നുണ്ട്. ഇസ്രായേൽ തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത തമീർ എന്ന് പറയുന്ന ഒരു മിസൈൽ ഉണ്ട്. തമീർ മിസൈൽ, അതായത് അയൺ ഡോം തമീർ മിസൈൽ. ഇതിന്റെ പ്രത്യേകത വളരെ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ്. വ്യോമസേനയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സിസ്റ്റമാണത്. അത് ഡ്രോൺസിനെയും അതുപോലെ ക്രൂയിസ് മിസൈൽ, ആർട്ടിലറി റോക്കറ്റ് ഇവയെല്ലാം നിമിഷ നേരം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഡ്രോൺസും ക്രൂയിസ് മിസൈൽസും റഡാറിൽ പെടാതെ പറന്നു വരുമ്പോ അത് ടാർഗറ്റ് രാജ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ ഇവരുടെ ഈ അഡ്വാൻസ്ഡ് സിസ്റ്റം വഴി, റഡാർ സിസ്റ്റം വഴി ഈ ആയുധങ്ങളെ കണ്ടുപിടിക്കാനും അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കും. ഗോൾഡൻ ഹൊറൈസൺ മിസൈൽസും അതുപോലെ തമീർ മിസൈൽസും ഇപ്പോ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തില് വളരെയധികം ആവശ്യം വേണ്ടി വന്നിരുന്നു. അപ്പൊ ഇസ്രായേലിന്റെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാല് ഈ മിസൈലുകൾ എപ്പോഴും ആവശ്യം വേണ്ടി വരും. അവർക്ക് റിപ്ലനിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അവരുടെ ആർമറിയിൽ എപ്പോഴും ഈ മിസൈലുകൾ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാകും. അപ്പൊ അത് നിർമ്മിക്കാനായിട്ടുള്ള സംവിധാനം ഇസ്രായേലിലില്ല. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാവുന്ന ഒരു രാജ്യം എന്ന് അവർ കരുതുന്ന ഇന്ത്യയെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് തന്നെ ലോ ഒബ്സർവബിൾ എയർക്രാഫ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള റഡാർ സംവിധാനം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ. അപ്പൊ അത് ഈ ക്രൂയിസ് മിസൈൽസിനെതിരെ ഈ റഡാർ സംവിധാനം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് കേപ്പബിലിറ്റി ഉണ്ട് ഇന്ത്യക്ക്. സമഗ്രമായിട്ട് എല്ലാ മേഖലകളും, ഉയർന്നു വരുന്ന മിസൈലുകളാണെങ്കിലും താഴ്ന്നു പറക്കുന്ന മിസൈലുകളാണെങ്കിലും അവയെ നേരിടാനായിട്ട്, അവയെ ഡിറ്റക്ട് ചെയ്യാൻ കഴിവുള്ള റഡാർ സിസ്റ്റമാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി, പിന്നെ അത് മാത്രമല്ല, അതെനിക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രം ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇസ്രായേലിന്റെ ചാര ഉപഗ്രഹം എന്ന് നമ്മൾ പറയാറില്ല സാധാരണ, അതിന് പറയാ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നാ പറയാ. അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ തെരഞ്ഞെടുത്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യ അത് ലോഞ്ച് ചെയ്ത് വളരെ വിജയകരമായിട്ട് അത് ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തു. ആ സാറ്റലൈറ്റ് വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിന് ഇന്ത്യൻ എന്താ പറയുക, ഇപ്പോഴത്തെ ഇന്ത്യൻ രംഗത്ത്, ഇന്ത്യൻ ആയുധ നിർമ്മാണ രംഗത്ത് വളരെയധികം പ്രതീക്ഷയുണ്ട്, വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ ഈ ആത്മനിർഭർ ഭാരത്, പിന്നെ അതേപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ സംവിധാനം, അതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് ഇമ്പോർട്ടർ ആയിരുന്നു ഇന്ത്യ. ഇന്ന് ഞാൻ ഇന്നൊരു കണക്ക് കണ്ടത്,
ഏതാണ്ട് 40,000 കോടി രൂപയുടെ ആയുധങ്ങൾ, ഡിഫൻസ് എക്യുപ്മെന്റ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക്. ഇപ്പൊ അടുത്ത് തന്നെ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഫിലിപ്പൈൻസ് നൽകുന്നുണ്ട്. അതുപോലെ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, പിന്നെ ഒമാൻ, ഇവരൊക്കെയുള്ള ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്കുള്ള ബ്രഹ്മോസ് മിസൈൽ, അവർക്ക് ആവശ്യമുള്ള ബ്രഹ്മോസ് മിസൈൽ മേടിക്കാനായിട്ട്, ഇന്ത്യയിൽ നിന്ന് മേടിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു വാർത്തയാണ്. കാരണം നമുക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ നേടിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം, പടക്കോപ്പ് മുഴുവനും നമ്മൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഏറ്റവും അത്യന്താധുനിക റൈഫിളുകൾ, സ്റ്റെൻ ഗൺ, മെഷീൻ ഗൺ, ആർട്ടിലറി ഗൺ, ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഞാൻ കണ്ടു, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്, സുഖോയ് Su-426 എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് സുഖോയ് വിമാനം ഇന്ത്യക്ക് നൽകാനായിട്ട് റഷ്യ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് അത് ഇന്ത്യക്ക് നൽകുക മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. വേറെ ആർക്കും ആ സാങ്കേതിക വിദ്യയോ ആ വിമാനം അവർ കൊടുത്തിട്ടില്ല. അവരുടെ സഖ്യകക്ഷികൾക്ക് തന്നെ 1-2 പേർക്ക് അത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാം കൊണ്ടും ഇതൊരു നല്ല വാർത്തയാണ്, ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന വാർത്തയാണ് എല്ലാ ഭാരതീയർക്കും. കാരണം ഈ പാകിസ്ഥാനും ചൈനയൊക്കെ അവിഹിതമായ ഒരു ബന്ധം രൂപീകരിച്ച് ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ ഇന്ത്യക്ക് പ്രതിരോധ സേനയെയും പ്രതിരോധ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതിന് ഇത് വളരെയധികം പ്രയോജനപ്പെടും. തീർച്ചയായും. അപ്പൊ ഈ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ലോകരാഷ്ട്രങ്ങളുമായിട്ട് അടുത്ത സൗഹൃദം നമ്മൾ സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇസ്രയേലിനാണെങ്കിലും US-നോട് അവർക്ക് പ്രത്യക്ഷമായിട്ട് എതിർപ്പുകളുണ്ട്. ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് US അവരടുത്ത് നിൽക്കുന്നത്, അതുപോലെ തന്നെ ഇറാനും US-ഉം തമ്മിലുള്ള മധ്യസ്ഥ കരാറുകളൊക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഇസ്രയേൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി ഭാവിയിൽ അമേരിക്കയിൽ നിന്ന് സഹായമൊന്നും സ്വീകരിക്കില്ല, അതൊക്കെ നിർത്തലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമുണ്ട് അതില്. കാരണം കുറച്ചുനാള് മുമ്പ് ഈ യുദ്ധത്തിന്റെ കൾമിനേഷനൊക്കെ ആയിക്കഴിഞ്ഞപ്പോ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിന് താക്കീത് ചെയ്തിരുന്നു, അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതായിരുന്നു. ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടില്ല. അവരാകെ ചെയ്തത് ദക്ഷിണ ലെബനനിൽ തമ്പടിച്ചിരിക്കുന്ന ഹെസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദികൾക്ക് നേരെയാണ് അവര് ആക്രമണം നടത്തിയിട്ടുള്ളൂ. അതും അവരെ ഇസ്രായേലിനെ വളരെയധികം പ്രൊവോക്ക് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഈ ദക്ഷിണ ലെബനനിലുള്ള ഹെസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ കുറിച്ച് പരാമർശിക്കാറേയില്ല. അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോഴാണ് ഒരു വലിയ വാർത്തയാക്കുന്നത്. അതൊരു രണ്ടാമതൊരു ഇടപാടാണ്. അപ്പോ ഈ അമേരിക്ക ഇറാൻ ഉടമ്പടിയിൽ ആദ്യം സൂചിപ്പിച്ചിരുന്നത് ഇസ്രായേൽ ഒരിക്കലും ലെബനനെ ആക്രമിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞപ്പോ ഇയാള് നെതന്യാഹു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഈ ലെബനനിലുള്ള ഹെസ്ബുള്ള തീവ്രവാദികൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ അതിന് പ്രസിഡന്റ് ട്രംപ് അതൊന്നും എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ ഇസ്രായേലിനെ ലെബനനെ ആക്രമിക്കാൻ പാടില്ല. അതെങ്ങനെയാ ശരിയാവും? അത് അന്നൊരു വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡീല് പരാജയപ്പെടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണ്ട് അതേപോലെ പരാജയപ്പെട്ടു. അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ കരാറ് ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മുഴുവൻ. തീർച്ചയായും സാർ. അപ്പൊ എന്തായാലും ഈ ഒരു മിസൈല് കൊണ്ട് ഇന്ത്യയുടെ ഭാവിക്ക് വളരെ നല്ല ഒരു കാര്യമായിരിക്കില്ല, ഒരു സുരക്ഷിതത്വം കുറച്ചും കൂടി ഉറപ്പുവരുത്തുന്നതാവില്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ അതാണ് പറഞ്ഞ, ഒരു വിൻ-വിൻ സിറ്റുവേഷൻ ആണ് ഇസ്രായേലിനും ഇന്ത്യക്കും. ഇസ്രായേലിന് ഇത്രയും മിസൈൽസ് ഒരു വലിയ ഫാക്ടറി സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ ഇറാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോ കോസ്റ്റ് ആയി ചീപ്പായിട്ടുള്ള ഡ്രോൺസും ലോ ആംഗിൾ മിസൈൽസും എല്ലാം ഉപയോഗിച്ചിട്ട് ആക്രമിച്ചപ്പോ ഇവര് വളരെ ഗൗരവമായിട്ട് തന്നെ അതെടുത്ത് അവരുടെ ഏറ്റവും കൂടുതൽ മിസൈൽസും അതുപോലെ ഈ ഡ്രോൺസും ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്തത്. അതിന്റെ ഒന്നും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു.
അപ്പൊ ഇപ്പൊ ഈ താമീർ മിസൈലും പിന്നെ ഗോൾഡൻ ഹൊറൈസൺ മിസൈലും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇവരെ വളരെ നിഷ്പ്രയാസം അന്നേ ഇവരുടെ പ്രതിരോധവും ആക്രമണവും ഒക്കെ ഭേദിക്കാമായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ 2 മിസൈൽസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാരണം അത് മാസീവ് സ്കെയിലായിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് അത് വളരെ ഉപയോഗമാവും, ഇന്ത്യക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും. അത് അങ്ങനെയാണ് അവര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ അഗ്രിമെന്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.